പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യലേഖനം 6-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നത് നമ്മുടെ നാവിൻ തുമ്പത്തുണ്ടല്ലോ. എനിക്കോ എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലാണ് ഇനി നമ്മളുടെ പ്രശംസ. നമ്മളുടെ സമ്പത്തിൽ പ്രശംസിപ്പാൻ ഒന്നുമില്ല. സമ്പത്ത് നമ്മിൽ നിന്ന് നീങ്ങിപ്പോകുമ്പോൾ നമുക്ക് എന്ത് പ്രശംസയാണുള്ളത്? ബന്ധുബലത്തിൽ നമുക്ക് പ്രശംസിച്ചതുകൊണ്ട് ഒരു പ്രയോജനവും ലഭിക്കുന്നില്ലല്ലോ. എത്ര തന്നെ ശേഷിയും ശക്തിയും ഉള്ളവരാണ് അവർ എന്ന് നമ്മൾ വിചാരിച്ചാലും ശാശ്വതമായ സമാധാനവും ശാന്തിയും കൈത്താങ്ങലും അവരിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. ലോകത്തിൽ പ്രശംസിപ്പാൻ വളരെയധികം കാര്യങ്ങളുണ്ടാവാം. ഒരുപക്ഷെ നമ്മളുടെ അധികാരമോ പദവികളോ ചിലപ്പോഴൊക്കെ നമ്മളെ താങ്ങിക്കൊള്ളും, സഹായിച്ചുകൊള്ളും എന്ന് നമ്മൾ വിചാരിച്ച് പ്രശംസിക്കും. പക്ഷേ അതൊക്കെ നീങ്ങിപ്പോകുന്നതാണ്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സ്നേഹത്തിൻ്റെ സന്ദേശമുണ്ട്. നമ്മളുടെ കുടുംബങ്ങളിൽ നമുക്ക് പരിത്യാഗത്തോടെ സ്വയം വെറുമയാക്കിക്കൊണ്ട് സ്നേഹിക്കുവാൻ കഴിയുന്ന സന്ദർഭത്തിലേ നമ്മളുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാവുന്നുള്ളൂ. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലേക്ക് നോക്കുമ്പോൾ നമ്മളുടെ സാധാരണ ജീവിതത്തിലെ പരിത്യാഗത്തിൽ കുതിർന്ന സ്നേഹമാണ്, സ്വയം വെറുമയാക്കിക്കൊണ്ടുള്ള ത്യാഗപൂർണമായ ശുശ്രൂഷകളാണ് നമുക്ക് പ്രശംസിപ്പാൻ സ്ഥായിയായി ഉള്ളത് എന്ന് നമ്മൾ പ്രത്യേകം ഓർത്തുകൊള്ളണം എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഇങ്ങനെ കുരിശിൽ നിന്ന് ഒത്തിരി സന്ദേശങ്ങൾ നമുക്ക് സ്വീകരിക്കുവാനുണ്ട് ഇനിയുമുള്ള നാളുകളിൽ. ഈ 25 നോമ്പ് പകുതിയാകുമ്പോൾ ഈ കുരിശ് ദേവാലയ മധ്യത്തിൽ സ്ഥാപിക്കപ്പെടുന്നു. ദുഃഖവെള്ളിയാഴ്ച ഈ ക്രൂശ് മറ നീക്കി ഇട്ട ശേഷം, മറ കൊണ്ട് ബലിപീഠം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സിംഹാസനം ത്രോണോസ് മറച്ച ശേഷം അതിനു മുമ്പിൽ കുരിശു വെക്കും. ഈ മധ്യത്തിൽ നിന്നെടുത്ത് ദേവാലയത്തിൻ്റെ മദ്ബഹായുടെ മുമ്പിൽ ഈ ക്രൂശ് വെച്ച് ആ ക്രൂശിലേക്ക് നോക്കി കുമ്പിട്ട് നമ്മൾ പീഠാനുഭവ ദിവസങ്ങളിൽ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കും. ഉയർപ്പ് ദിവസം അവിടെ നിന്ന് കുരിശെടുത്ത് ദേവാലയത്തിൻ്റെ ഏറ്റവും ആദരണീയമായ ശ്രേഷ്ഠമായ സ്ഥാനമായ വിശുദ്ധ മദ്ബഹായുടെ ഒരു വശത്ത് നമ്മൾ വെച്ചിട്ട് അവിടെ നമ്മൾ യേശു ക്രിസ്തുവിനെ കാണുന്നു, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിനെ നമ്മൾ ദർശിക്കുന്നു എന്നുള്ളതും ഈ അവസരം നമ്മൾ ചേർത്ത് ചിന്തിക്കണം. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ശ്രദ്ധാർഹമായ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കപ്പെടേണ്ടതും ആ ക്രൂശിലാണ് നമ്മൾ പ്രശംസിക്കേണ്ടതെന്നും സഭ നമ്മളെ ഈ പാതിനോമ്പിൻ്റെ ദിവസം ഈ കുരിശ് ദേവാലയ മധ്യത്തിൽ നാട്ടുന്നതോടുകൂടെ തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ പ്രത്യേകമായി 40-ഉം 50-ഉം പിന്നീട് 40-ഉം അങ്ങനെ 3 മാസം പൂർണ്ണമായും ഈ ക്രൂശിനെ നോക്കിക്കൊണ്ട് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളുടെ ജീവിതത്തെ പരുവപ്പെടുത്തുവാൻ, രൂപാന്തരപ്പെടുത്തുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയാണെന്ന് ഈ പാതിനോമ്പിൻ്റെ ദിവസം ഞാൻ ആമുഖമായി ഓർമ്മിപ്പിക്കുന്നു. ഹോശയ പ്രവാചകൻ എഴുതുന്ന പുസ്തകം പ്രവചനം 14-ാം അധ്യായം ഒരു വളരെ ചെറിയ അധ്യായമാണ്. 9 വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ.
ഈ അധ്യായത്തിൽ ഈ നോമ്പിൻ്റെ സുപ്രധാനമായ അർത്ഥമെന്തെന്ന് നമുക്ക് ഹോശയ കാണിച്ചു തരുന്നുണ്ട്. തുടങ്ങുന്ന അധ്യായത്തിൻ്റെ തുടക്കത്തിലുള്ള വാക്യങ്ങൾ ശ്രദ്ധേയമാണ്. ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലുക. നിന്റെ അകൃത്യം നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. നിങ്ങൾ അനുതാപവാക്യങ്ങളോടുകൂടെ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവനോട് സകല അകൃത്യത്തെയും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ. എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ അധരാർപ്പണമായ കാളകളെ അർപ്പിക്കും എന്ന് പറയുവീൻ. 4-ാം വാക്യത്തിൽ ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും. എങ്കിൽ നിന്ന് നിനക്ക് പ്രതിഫലം കിട്ടും. വീണ്ടും 8-ാം വാക്യത്തിൽ എന്നിങ്ങനെ ഈ അധ്യായം വളരെ ശ്രദ്ധേയമാണ്. ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി ചെല്ലുക. റിട്ടേൺ എന്ന വാക്ക് അവിടെ ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നു. റിട്ടേൺ, ഓ ഇസ്രായേൽ, ടു യുവർ ലോർഡ് യുവർ ഗോഡ്. ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി ചെല്ലുക. ഈ നോമ്പിൻ്റെ വളരെ പ്രധാനപ്പെട്ട സന്ദേശം ദൈവത്തിങ്കിലേക്ക് ഉള്ള മടങ്ങിപ്പോക്ക, ദൈവത്തിങ്കിലേക്ക് തിരികെ ചെല്ലണം എന്നുള്ളതാണ്. അക്ഷരാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം പുറംതിരിഞ്ഞിരിക്കുക. ഇപ്പോൾ നേരെ ദൈവാഭിമുഖമായി തിരിഞ്ഞു വരണം. ഒന്നാമത്തെ ചോദ്യം, നമ്മളിപ്പോൾ ദൈവത്തിന് മുഖാമുഖമാണോ അതോ ദൈവത്തിന് പുറംതിരിഞ്ഞാണോ എന്ന് പ്രവാചകൻ നമ്മളോട് ചോദിക്കുകയാണ്. പ്രവാചകൻ പറയുക, മക്കളെ, നിങ്ങൾ ദൈവത്തിന് പുറംതിരിഞ്ഞാണല്ലോ നിൽക്കുന്നത്. എപ്പോഴാണോ ഒരാളെ നമ്മൾ സ്നേഹിക്കുന്നത്, കരുതുന്നത്, അപ്പോൾ നമ്മൾ അയാൾക്ക് അഭിമുഖമായി നിൽക്കും. എപ്പോഴാണോ നമ്മൾ ഒരാളിൽ നിന്ന് അകലുന്നത്, വെറുക്കുന്നത്, വിദ്വേഷിക്കുന്നത്, അപ്പോൾ നമ്മൾ അയാൾക്ക് പുറംതിരിഞ്ഞു നിൽക്കും എന്ന സാധാരണ പാഠം. ദൈവത്തിന് അഭിമുഖമായി നമ്മളുടെ ജീവിതത്തെ ക്രമീകരിച്ചു കൊള്ളണം. അതിന് നീ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വരണം, മടങ്ങി വരണം എന്ന് ഈ അവസരം പ്രത്യേകമായി പ്രവാചകൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതൊരു തിരിച്ചുവരവാണ്. അതൊരു സമ്പൂർണമായ ഒരു യു ടേൺ എന്ന് നമ്മൾ പറയും. ഇറ്റ് ഈസ് എ റീടേൺ ആൻഡ് ഇറ്റ് ഈസ് എ യു ടേൺ. ഒരു യു ടേൺ എന്ന് പറയുന്നത് ജീവിതത്തിൽ ചില യു ടേണുകൾ ഉണ്ടാവണം, റീടേണുകൾ ഉണ്ടാവണം എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. അതിൻ്റെ അർത്ഥം വീണ്ടും ദൈവാഭിമുഖമായിരുന്ന നമ്മൾ ദൈവത്തിൽ നിന്നും അകന്ന് പുറംതിരിഞ്ഞു പോകുന്നുവെങ്കിൽ നമ്മൾ തിരിഞ്ഞു വരണമെന്നും ആ തിരിച്ചുവരവ് നാളതുവരെ നമ്മൾ നിലനിർത്തിപ്പോരുന്ന തിന്മയിൽ നിന്നുള്ള സമ്പൂർണമായ തിരിച്ചുവരവാണെന്നും ആ വാക്കുകളിലൂടെ നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഈ തിരിച്ചുവരവ് നമുക്കെല്ലാവർക്കും ആവശ്യമുണ്ട്. നമുക്കെല്ലാവർക്കും അതേക്കുറിച്ച് ആത്മപരിശോധന ചെയ്യാനുണ്ട് എന്നുള്ളത് ഈ അവസരം പ്രത്യേകം ഓർക്കുകയാണ്. 2-ാം വാക്യത്തിൽ, 1-ാം വാക്യത്തിലാണ് ഈ തിരിച്ചു ചെല്ലണം എന്ന് പറയുന്നത്. എങ്ങനെ തിരിച്ചു ചെല്ലണം എന്നുള്ളതിന് 2-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ അനുതാപവാക്യങ്ങളോടുകൂടെ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവനോട് സകല അകൃത്യങ്ങളെയും ക്ഷമിച്ച്
കൃപയോടെ കൈക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചു പറയണം. അങ്ങനെ ചെല്ലണം. പെട്ടെന്നാണ് തിരിച്ചു ചെല്ലണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഉടനെ അനുതാപത്തെക്കുറിച്ച് പറയുന്നത് ഒത്തിരി അർത്ഥപൂർണമാണ്. പഴയ നിയമത്തിൽ യഹോവയിലേക്ക് തിരികെ വരിക എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി തന്നെ അതിൻ്റെ അർത്ഥം അനുതാപം എന്നാണ്. തിരിച്ചുവരവ്, അനുതപിച്ച് തിരിച്ചു വരണം എന്നാണ്. അനുതപിച്ച് തിരിച്ചു വരണം. നമ്മളുടെ പാപങ്ങളെ ഓർത്ത് നമ്മൾ അനുതപിച്ച് തിരിഞ്ഞു വരണം എന്ന പ്രധാനപ്പെട്ട ഒരു ദൂത് ഈ മടങ്ങി വരവ് എന്ന വാക്കിനോട് ചേർന്നുണ്ട് എന്ന് പ്രവാചകൻ തന്നെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഈ നോമ്പിൻ്റെ സുപ്രധാനമായ സന്ദേശം അനുതാപമാണ്. അനുതാപമാണ്. ആരാണ് അനുതപിക്കുന്നത്? അനുതപിക്കുവാൻ ആർക്ക് കഴിയും എന്നുള്ള ചോദ്യത്തിന് എന്നും പാപത്തിൽ തന്നെ നിലനിൽക്കുന്ന ഒരാൾ യഥാർത്ഥത്തിൽ അനുതപിക്കുന്നില്ല. അയാൾ ഒരു പക്ഷേ പാപങ്ങൾ ഏറ്റുപറയുന്നുണ്ടാവും. വ്യക്തിപരമായി ഏറ്റുപറയാം. സഭയുടെ ആചാര്യന്മാരുടെ മുമ്പിൽ ദൈവസന്നിധിയിൽ ആചാര്യന്മാർ മധ്യസ്ഥരായി അവരുടെ മുമ്പിൽ ദൈവത്തോടെ നമ്മളുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുണ്ടാവാം. പക്ഷേ അതുകൊണ്ട് അനുതാപം പൂർണ്ണമായി എന്നതിന് അർത്ഥമില്ല. ആരാണ് യഥാർത്ഥത്തിൽ അനുതപിക്കുന്നത് എന്ന ചോദ്യത്തിന് എനിക്ക് ലഭിച്ചതെല്ലാം എൻ്റെ ദൈവത്തിൻ്റെ കൃപയാണെന്ന് ആര് വിചാരിക്കുന്നുവോ അവർ, എൻ്റെ കർത്താവ് നിരന്തരം ഓരോ നിമിഷവും എന്നെ കരുതുന്നില്ലെങ്കിൽ, എനിക്ക് കാവൽ തരുന്നില്ലെങ്കിൽ ഞാൻ പാപത്തിൽ വീണുപോകും എന്ന തിരിച്ചറിവിൽ ജീവിക്കുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ അനുതപിക്കുന്നത്. പൂർണ്ണമായും ഇനിയും എൻ്റെ ദൈവത്തിനായി ഞാൻ ജീവിക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത് ദൈവതിരുസന്നിധിയിൽ ജീവിക്കുന്നയാളാണ് യഥാർത്ഥത്തിൽ അനുതപിക്കുന്നയാൾ എന്ന് നമ്മൾ ഓർത്തിരിക്കണം. അക്കമിട്ട് നിരത്തി നമ്മളുടെ കുറവുകളെ ഏറ്റുപറയുന്നത് കൊണ്ട് നമുക്ക് അനുതാപമുണ്ടായി എന്ന് വരുന്നില്ല. കുമ്പസാരം ഒക്കെ നമ്മൾ എന്ന് പറയുമ്പോൾ ചിലപ്പോഴൊക്കെ അങ്ങനെ ചിന്തിച്ചു പോകും. പാപങ്ങൾ ഏറ്റുപറയുക, അതുകൊണ്ട് മാത്രം അനുതാപം പൂർണ്ണമാകുന്നില്ല. അനുതപിക്കുവാൻ നമുക്ക് കഴിയുന്നത് എൻ്റെ ദൈവമാണ് എൻ്റെ ജീവിതത്തിൻ്റെ സർവസ്വവും എന്ന് കരുതുന്നയാളും, എൻ്റെ കർത്താവിൻ്റെ കരുതലില്ലാതെ എനിക്ക് നീതിയിൽ ജീവിക്കാൻ, നന്മയിൽ ജീവിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യവും താങ്ങലും കരുതലും എനിക്ക് വേണമെന്നും, അങ്ങനെ ഞാൻ ദൈവതിരുസന്നിധിയിൽ അനുതപിക്കുന്നതിലൂടെ മേലിൽ ഞാൻ എൻ്റെ കർത്താവിനായി ജീവിക്കുമെന്നും തീരുമാനമെടുക്കുന്ന, നിശ്ചയമെടുക്കുന്ന ആ ഒരു ഹൃദയ അന്തരീക്ഷത്തിൽ ദൈവസന്നിധിയിൽ തിരിഞ്ഞു വരുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ അനുതാപി എന്നുള്ളത് നമ്മൾ ഈ അവസരം സ്വയം പരിശോധനയ്ക്കായി നമ്മൾ വെച്ചുകൊള്ളണം എന്നും ഈ അവസരം ഓർമ്മിപ്പിക്കട്ടെ. ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വരണം. ചില ആളുകൾക്ക് അത് സാധിക്കുന്നില്ല. ഓർമ്മപ്പെടുത്തലുകൾ ദൈവഭാഗത്തു നിന്നുണ്ടായാലും അതിന് വിധേയപ്പെടുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ കയ്യീൻ്റെ കഥ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ഹാബേലും കയ്യീനും 2 മാതൃകകളാണ്. ഹാബേലിൻ്റെ ജീവിതത്തിലെ ദൈവപ്രസാദത്തിൻ്റെ അടിസ്ഥാനം എന്തായിരുന്നു? ദൈവം അവന് കൊടുത്ത നന്മയിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ദൈവത്തിന് സമർപ്പിച്ചു. എന്നാൽ കയ്യീനാകട്ടെ ദൈവം അവന് കൊടുത്തതിൽ നിന്ന് 1 കൊടുത്തു. ഏറ്റവും ശ്രേഷ്ഠമായതാണോ ദൈവത്തിന് സമർപ്പിക്കുന്നതെന്ന് കയ്യീൻ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് അയാളുടെ ജീവിതത്തിലെ പരാജയം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സമയം
നമ്മളുടെ ആരോഗ്യം, നമ്മളുടെ വിദ്യാഭ്യാസം, നമ്മളുടെ സമ്പത്ത്, നമ്മളുടെ കുഞ്ഞുങ്ങൾ, അതിലേറ്റവും ശ്രേഷ്ഠമായ മനോഭാവത്തോടെ ദൈവത്തിന് യാഗമായി അർപ്പിക്കുവാനുള്ള കരുത്ത് ഒരു വലിയ ദൈവകൃപയാണ്. ഫലം എന്താണ് കയ്യൻ്റെ ജീവിതത്തിൽ? 4-ാം അധ്യായം 17-ാം വാക്യം വളരെ ശക്തമായി പറയുകയാണ്. അങ്ങനെ കയ്യൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏദന് കിഴക്ക് നോദ് ദേശത്ത് ചെന്ന് പാർത്തു എന്നാണ്. ഏദന് കിഴക്ക് നോദ് ദേശത്ത് ചെന്ന് പാർത്തു. എപ്പോൾ? ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ. ദൈവത്തിന് പ്രസാദകരമായ യാഗമർപ്പിക്കുന്നതിൽ ശ്രദ്ധയില്ലാതെ പോയ കയ്യൻ സഹോദരനായ ഹാബേലിനോട് അസൂയ പൂണ്ട കയ്യൻ, ഉപായത്തിൽ സഹോദരനെ കൊന്ന കയ്യൻ, ഒത്തിരി ഓർമ്മപ്പെടുത്തലുകൾ ദൈവഭാഗത്തു നിന്നുണ്ടായിട്ടും അതിന് വിധേയപ്പെടാതെ നിന്ന കയ്യൻ. അങ്ങനെ കയ്യൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു. യഹോവയുടെ മുഖത്തു നിന്ന് പുറപ്പെട്ടു എന്നാണ് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്. യഹോവയുടെ സന്നിധിയിൽ നിന്നെന്ന് പറഞ്ഞാൽ യഹോവയുടെ മുഖത്തു നിന്ന് അവൻ പുറംതിരിഞ്ഞ് പൊയ്ക്കളഞ്ഞു എന്നാണ്. ഏദൻ ദൈവസംസർഗത്തിൻ്റെ ഇടമാണ്. നോദാകട്ടെ അലച്ചിലിൻ്റെ ഭൂമിയാണ്. നോദ് എന്ന വാക്കിൻ്റെ അക്ഷരത്തിലുള്ള അക്ഷരാർത്ഥം അലച്ചിലിൻ്റെ ഉഴലുന്ന നാട്, ദേശമെന്ന. ദൈവസംസർഗത്തിൽ നിന്ന് ഒരാൾ അകന്നു പോകുമ്പോൾ അയാളുടെ ജീവിതം ആകപ്പാടെ താറുമാറാക്കുകയാണ്, കുഴച്ചു കളയുകയാണ്. അലച്ചിലാണ് സമാധാനത്തിന് പകരം അയാൾക്ക് ലഭിക്കുന്നത്. അങ്ങനെ കയ്യൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏദന് കിഴക്ക് നോദ് ദേശത്ത് ചെന്ന് പാർത്തു എന്ന് കാണുന്നുണ്ട്. നമുക്ക് അങ്ങനെയുമാവാം. കയ്യനെ പോലെ ദൈവസന്നിധിയിൽ നിന്ന് പുറം തിരിഞ്ഞ് മുഖം തിരിഞ്ഞ് അകന്നു പോകുമ്പോൾ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടും. അലച്ചിലും അസമാധാനവും അതിന് പകരം നമ്മൾ ഉണ്ടാക്കിയെടുക്കും എന്നുള്ള വലിയ പാഠം. മോശയെ സംബന്ധിച്ച് മോശ എഴുതുന്ന 5 പുസ്തകങ്ങൾ, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തന പുസ്തകത്തിലെ ഒടുവിലത്തെ അധ്യായം 34-ാം വാക്യം, ഏറ്റവും ഒടുവിലത്തെ വാക്യം, യഹോവ അഭിമുഖമായി അറിഞ്ഞ മോശയെപ്പോലെ ഒരു പ്രവാചകൻ ഇസ്രായേലിൽ പിന്നെ എഴുന്നേറ്റിട്ടില്ല. അത് മോശ എഴുതിയതല്ല. ആ ഗ്രന്ഥം, ഈ 5 ഗ്രന്ഥങ്ങളും പഞ്ചഗ്രന്ഥങ്ങളും സമാഹരിച്ച ആൾ ഒരു കുറിപ്പായി എഴുതുകയാണ്. മോശയെ സംബന്ധിച്ചുള്ള വിശേഷണമാണ്. ദൈവം അഭിമുഖമായി അറിഞ്ഞ മോശ. ദൈവത്തിന് മുഖാമുഖം എല്ലായ്പ്പോഴും ജീവിതത്തെ ക്രമീകരിക്കുന്നതിനുള്ള മാതൃകയായി മോശയെ കാണുകയാണ്. ഒരു മാതൃക കയ്യനാണ്. നമുക്ക് അങ്ങനെയുമാകാം. ദൈവസന്നിധിയിൽ നിന്ന് ദൈവമുഖത്തു നിന്ന് പുറംതിരിഞ്ഞ് അകന്ന് ഇരുട്ടിലേക്ക് പോകുന്ന, സമാധാനത്തിലേക്ക് പോകുന്ന കയ്യൻ. അത് ഉൽപ്പത്തി പുസ്തകമാണ്. അവിടെ കാണുക ഒരു മാതൃകയാണ്. അതിൽ നിന്നും വ്യത്യസ്തമായി പുറപ്പാട് പുസ്തകം ഏറ്റവും ഒടുവിലാവുമ്പോൾ മോശയെ നമുക്ക് മുമ്പിൽ വെച്ചിട്ട് പറയുകയാണ്, അതിന് വിപരീതമായൊരു ജീവിതവും നമുക്ക് സാധ്യമാണ്. ദൈവത്തിന് അഭിമുഖമായി ജീവിക്കാം. ദൈവം അഭിമുഖമായി അറിഞ്ഞ മോശയെപ്പോലെ ഒരു പ്രവാചകൻ ഇസ്രായേലിൽ ഉണ്ടായിട്ടില്ല എന്ന വലിയ സാക്ഷ്യം. ഈ മാതൃകകളിൽ നമ്മൾ ഏത് സ്വീകരിക്കും എന്നതാണ് ഈ അവസരം നമ്മളോട് തന്നെ നമുക്ക് ചോദിക്കാനും അതിനനുസരണമായ നമ്മളുടെ ജീവിതത്തെ കാണാനും തീരുമാനങ്ങൾ എടുക്കുവാനും എന്ന് ഈ അവസരം ചേർത്ത് ചിന്തിക്കണം. ദൈവം
പ്രസാദിക്കുന്നത് ഒരു അനുതാപിയിലാണ്. ആ അനുതപിക്കുന്ന ഒരാളെ ദൈവം ഏറ്റവും അധികം സ്നേഹിക്കുന്നു. നമുക്ക് വളരെ സുപരിചിതമായ ഒരു കഥ ഇങ്ങനെയുണ്ട്. ദൈവം തൻ്റെ മാലാഖമാരുടെ, തൻ്റെ ദൂതന്മാരുടെ സംഘത്തോട് ചേർന്ന് ഒരവസരം നിൽക്കുകയായിരുന്നു. അപ്പോഴൊരു ചോദ്യം, ദൈവദൂതന്മാരുടെ ഇടയിൽ ദൈവത്തിന് ഏറ്റവും പ്രസാദമുള്ള കാഴ്ച എന്താണ്? ഏത് കാഴ്ചയിലാണ് ദൈവം പ്രസാദിക്കുന്നത്? അപ്പോൾ അതിനുത്തരം കണ്ടെത്തുവാൻ ദൂതന്മാർ ഒരു തീരുമാനമെടുത്തു. അവർ ഭൂമിയിലെല്ലാം ചുറ്റി നടന്നു. അങ്ങനെ ചുറ്റി നടക്കുമ്പോൾ ഒരു പടയാളി ദേശസ്നേഹത്തെ പ്രതി സ്വയം ജീവൻ അർപ്പിക്കുന്ന സന്ദർഭത്തിൽ അയാളുടെ ശരീരത്തിൽ നിന്നും ചിന്തിയ രക്തത്തുള്ളികളിൽ ഒരു തുള്ളി ഒരു താലത്തിൽ ശേഖരിച്ച് ആ ദൂതൻ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് കാഴ്ചയായി സമർപ്പിച്ചു. ദൈവം ആ ദൂതനോട് പറഞ്ഞു, ഞാൻ ഈ കാഴ്ച സ്വീകരിക്കുന്നു, ഇത് നന്നായിരിക്കുന്നു. പക്ഷേ എനിക്ക് ഏറ്റവും പ്രസാദകരമായ കാഴ്ച ഇതാണെന്ന് നീ വിചാരിക്കണ്ട. അപ്പോൾ ദൈവദൂതന്മാർ വീണ്ടും ദൈവത്തിന് ഏറ്റവും പ്രസാദമുള്ള കാഴ്ച ഏതായിരിക്കും? അവരിങ്ങനെ വീണ്ടും അന്വേഷണം ആരംഭിച്ചു. അങ്ങനെ ചെന്ന് രോഗികൾക്ക് വേണ്ടി, ആതുരർക്ക് വേണ്ടി ശുശ്രൂഷയിൽ സ്വയം അർപ്പിക്കുന്ന ഒരു നേഴ്സ്. അവസാനം ആ ശുശ്രൂഷയുടെയും സേവനത്തിൻ്റെയും കാഠിന്യം കൊണ്ട് അവൾ അകാലത്തിൽ മരണമടഞ്ഞ സന്ദർഭത്തിൽ ആ നേഴ്സിൻ്റെ സേവനത്തിൻ്റെയും ശുശ്രൂഷയുടെയും ത്യാഗത്തിൻ്റെയും മാതൃകയായ ആ നേഴ്സിൻ്റെ ജീവിതം എത്ര ഉദാത്തമാണ്, ഉത്കൃഷ്ടമാണ്. അവളുടെ മരിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ ആത്മാവിനെ സ്വീകരിച്ച ദൈവദൂതൻ കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്നു. ഈ നേഴ്സിൻ്റെ ആത്മാവ് അല്ലേ മനുഷ്യരുടെ ഇടയിൽ ദൈവത്തിന് സമർപ്പിക്കാവുന്ന ഏറ്റവും വലിയ കാഴ്ച? ദൈവം പറഞ്ഞു, ഇതെനിക്ക് വളരെ ഇഷ്ടമായി, പക്ഷേ എന്നെ സന്തോഷിപ്പിക്കുന്ന ഏറ്റവും വലിയ കാഴ്ച ഇതാണെന്ന് വിചാരിക്കണ്ട. ദൈവദൂതന്മാർ വീണ്ടും അന്വേഷണം ആരംഭിക്കുന്നു. അങ്ങനെ ഇരിക്കെ അവരൊരു വിധവയുടെ കൊച്ചു ഭവനത്തിന് അടുത്തെത്തുന്നു. അപ്പോൾ രാത്രിയായി, സന്ധ്യമയങ്ങി. ആ വിധവയും അവളുടെ ഏക മകനും അത്താഴമൂണ് കഴിഞ്ഞ് ഉറങ്ങുന്നതിന് മുമ്പ് പൈതലായിരിക്കുന്ന ആ മകനെ അടുത്തു നിർത്തി അവന് വേദവാക്യങ്ങൾ ചൊല്ലിക്കൊടുത്ത് ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥന ആ വിധവയായ അമ്മയും മകനും കൂടെ ചൊല്ലി കിടക്കയിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ വീട് കവർച്ച ചെയ്യുന്നതിന് ഒരു കൊടും കള്ളൻ തക്കം പാർത്ത വീടിന് പുറത്ത് കാത്തിരിക്കുകയാണ്. അമ്മയും മകനും ഉറങ്ങുമ്പോൾ ഭവനം ഭേദിച്ച് അകത്ത് കടന്ന് ഉള്ളത് കവർന്നെടുത്തുകൊണ്ട് മോഷ്ടിച്ചു കൊണ്ടുപോകുവാൻ. അങ്ങനെ തക്കം പാർത്തിരിക്കുന്ന അവസരത്തിലാണ് അത്താഴമൂണ് കഴിഞ്ഞ് അമ്മയും മകനും കൂടെ പ്രാർത്ഥിക്കുകയും ദൈവവചനത്തിൽ നിന്ന് ചൊല്ലുകയും. അങ്ങനെ അമ്മയും മകനും തക്കം പാർത്തിരുന്ന കള്ളൻ, കവർച്ചക്കാരൻ ഇതൊക്കെ കേട്ട് അയാളുടെ ഭൂതകാലത്തിലേക്ക് അയാളുടെ ഓർമ്മ ഊഴ്ന്നുപോയി. അയാൾ ഓർത്തു, എൻ്റെ ചെറുപ്പകാലത്ത്
എൻ്റെ അമ്മ നിർധനയായിരുന്നു, എങ്കിലും അവൾ ഭക്തയായിരുന്നു. ഈ കുഞ്ഞിനെ ദൈവവചനം പഠിപ്പിച്ചതുപോലെ എൻ്റെ അമ്മ എന്നെയും പഠിപ്പിച്ചതാ. ഈ കുഞ്ഞിനെ പ്രാർത്ഥന പഠിപ്പിച്ചതുപോലെ അമ്മയും എന്നെ പ്രാർത്ഥന പഠിപ്പിച്ചതാ. ഞാനും അമ്മയും ചേർന്ന് ഒന്നിച്ച് ദൈവവചനം വായിച്ചു കേൾക്കുകയും ദൈവവേദ കഥകൾ കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുള്ളതാ. അങ്ങനെയുള്ള ആ കാലത്തെക്കുറിച്ച് ഓർത്തോർത്ത് എന്നാൽ ഇപ്പോൾ എൻ്റെ ജീവിതം എങ്ങനെയായിരിക്കുന്നു എന്ന് താരതമ്യപ്പെടുത്തി ചിന്തിച്ച് ദുഃഖഭാരം കൊണ്ട് അയാളുടെ ഹൃദയം ആർദ്രമായി കൺകോണുകൾ നനവ് പൊടിഞ്ഞ് ഒരിറ്റു കണ്ണുനീർ അടർന്നു വീണ സന്ദർഭത്തിൽ മാലാഖ അടുത്തു ചെന്ന് ആ അനുതാപത്തിൻ്റെ കണ്ണുനീർ ഒരു താലത്തിൽ എടുത്ത് ദൈവസന്നിധിയിൽ ചെന്ന് നിന്ന് ദൈവത്തോട് ഇത് അനുതപിക്കുന്ന ഒരു പാപിയുടെ കണ്ണുനീരാ. ദൈവം പറഞ്ഞു, ഈ കണ്ണുനീരിലാണ് ഞാൻ പ്രസാദിക്കുന്നത്, ഈ കണ്ണുനീരിലാണ് ഞാൻ പ്രസാദിക്കുന്നത്. ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ നിന്ന് വായിച്ചു കേട്ടല്ലോ, 2 മക്കൾ ധൂർത്തടിച്ച് അപ്പനോട് മറുതലിച്ച് അപ്പനിൽ നിന്ന് അകന്നുപോയ മകൻ തിരികെ വന്ന് മടങ്ങി വന്ന്, അപ്പാ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു പോയി എന്ന് പറയുമ്പോൾ തീർച്ചയായും അവൻ്റെ കൺകോണുകളിൽ നനവ് പൊടിഞ്ഞ് കണ്ണുനീർ ധാരധാരയായി വീണു കാണണം. അനുതപിക്കുന്ന ഒരാളുടെ കണ്ണുനീരിലാണ് ദൈവം ഏറ്റവും അധികം പ്രസാദിക്കുന്നത്. ഈ നോമ്പിൽ അങ്ങനെ ദൈവത്തോടടുത്ത് ചെന്ന് ദൈവ തിരുസന്നിധിയിൽ നമ്മൾ ചെയ്തിട്ടുള്ള കുറവുകളെയും കുറ്റങ്ങളെയും ഓർത്ത് കണ്ണുനീർ പൊഴിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ, പുറമേയുള്ള കണ്ണുനീരിനെക്കുറിച്ച് മാത്രമല്ല, നമ്മളുടെ കണ്ണിൽ നിന്ന് അനുതാപത്തിൻ്റെ നനവ് ഹൃദയത്തിൽ പൊടിയുവാൻ, നുറുങ്ങിയ ഹൃദയം എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ, നുറുങ്ങിയ ഹൃദയത്തോടുകൂടെ ദൈവസന്നിധിയിൽ ഈ നോമ്പ് കാലത്ത് അടുത്ത് ചെന്ന് നമ്മളുടെ കുറവുകളെ ഏറ്റുപറയുവാൻ, അനുതാപത്തോടുകൂടെ ഏറ്റുപറയുവാൻ, അനുതാപവാക്യങ്ങളോടുകൂടെ ഏറ്റുപറയുവാൻ നമുക്ക് കഴിയണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലേ, നീ നിൻ്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി വരിക എന്ന പ്രവാചക വാക്യം, പ്രവാചകൻ്റെ ആഹ്വാനം നമുക്ക് ശ്രദ്ധിക്കാം. ഈ നോമ്പ് അനുഗ്രഹകരമാവട്ടെ. ഇനിയുമുള്ള നാളുകൾ അനുഗ്രഹകരമായി തീരുവാൻ നമുക്ക് ദൈവ തിരുസന്നിധിയിലേക്ക് തിരിഞ്ഞു വരാം, അനുതപിക്കാം. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളെ സൗഖ്യമാക്കും എന്ന ദൈവത്തിൻ്റെ ആശ്വാസവചനം നമുക്ക് മുമ്പിലുണ്ട്. ദൈവം നമ്മളെ സൗഖ്യപ്പെടുത്തണം, നമ്മളുടെ ഹൃദയത്തെ സൗഖ്യപ്പെടുത്തണം, നമ്മളുടെ മനസ്സിനെ, നമ്മളുടെ ബന്ധങ്ങളെ, ഉലഞ്ഞുപോയ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത് ഭദ്രമാക്കി കുടുംബം അനുഗ്രഹകരമായി ദൈവത്തിൻ്റെ സൗഖ്യത്തിൻ്റെ സ്പർശം കുടുംബ ബന്ധങ്ങളിൽ അനുഭവിച്ചറിയുവാൻ, വ്യക്തിപരമായി അനുഭവിച്ചറിയുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ കൃപ നമ്മളെല്ലാവരോടും കൂടെ ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ.